ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അക്കൗണ്ടിങ് എന്താണെന്നും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലെ നമ്മൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് മീൻ ബൈ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ബുക്ക് കീപ്പിംഗ് എന്താണ്, ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, ലിമിറ്റേഷൻസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത്, അതുപോലെ തന്നെ യൂസേഴ്സ് എന്താണ്, ഓക്കെ യൂസേഴ്സ് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അതിൽ ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, കൃത്യമായിട്ടുള്ള റണ്ണിങ് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്യാം. ഓക്കെ, പോസ് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. വാട്ട് ഇറ്റ് യെസ്. സോ എടാ, ഇനി നമ്മൾ അടുത്തൊരു പോർഷനിലോട്ട് കിടക്കും. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോർഷൻ? അക്കൗണ്ടിങ് ടേംസ്. ഇവിടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കുറേ ടേംസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ടേംസുകൾ ഉപയോഗിക്കും. സോ ആ ടേംസിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആ ടേംസിന്റെ മീനിങ് എന്താണ്, ഓക്കെ എന്തൊക്കെ ആ ടേംസ് ഏത് സാഹചര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടേംസുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. സോ ആ അക്കൗണ്ടിങ്ങിന്റെ ഓരോ ടേംസുകളാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ? It is an event which involves exchange of some values between two or more entities. രണ്ടിലധികമോ ആളുകൾ പരസ്പരം ഒരു വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്, ട്രാൻസാക്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ 1,00,000 രൂപയ്ക്ക് നിങ്ങളേക്കൊന്ന് കാർ മേടിച്ചു. അപ്പൊ ഞാൻ 1,00,000 എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് തരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ കാർ എന്ന് പറയുന്ന വാല്യൂ എനിക്ക് തരുന്നു. സോ നമ്മൾ തമ്മിൽ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ, ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, നമ്മൾ കാർ മേടിക്കുക, നമ്മൾ സാധനങ്ങൾ മേടിക്കുക, കടം മേടിക്കുക. കടം മേടിക്കുന്നത് എന്താ? സപ്പോസ് നിങ്ങളുടെ ഒരു ബിസിനസ് ആണെന്ന് വിചാരിച്ചു, ബിസിനസ് വേറെ പുറത്തുനിന്ന് ഒരാളേക്ക് ഒന്ന് കടം മേടിച്ചു എന്ന് വിചാരിക്കും, അതും തന്നെയാണ് ഇവന്റാണ്. അവിടെ പൈസ എന്ന് പറയുന്ന മൂല്യമാണ് നിങ്ങൾ മേടിക്കുന്നത്, മനസ്സിലായോ? അതും എന്താണ്, ട്രാൻസാക്ഷൻ. അതായത് ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളൂ, വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും, പൈസ അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് വാങ്ങുക, അതുപോലെ തന്നെ എന്ത് കിടക്കുന്നതും, ഇപ്പോൾ കടം മേടിക്കുക, കടം കൊടുക്കുക, കാര്യങ്ങളൊക്കെ എന്താണ്, ബിസിനസിന്റെ വ്യൂവിൽ നോക്കുമ്പോൾ അതൊക്കെ എന്താണ്, ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ടേമാണ് പർച്ചേസ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേംസ് ഈസ് യൂസ്ഡ് ഫോർ ഗുഡ്സ് ടു ബി deal in, that is, goods are purchased for resale or for producing the finished products which are meant for sale. എന്താ പറഞ്ഞ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിൽക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് പർച്ചേസ്. ഓക്കെ ഓക്കെ, സോ സപ്പോസ്, കാരണം അവിടെ കൃത്യമായിട്ട് നമ്മുടെ സാധാരണ ലൈഫിൽ യൂസ് ചെയ്യുന്ന പർച്ചേസ് അല്ല ഇൻ ടേംസ് ഓഫ് ബിസിനസ്സിൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ സപ്പോസ് നമ്മളൊരു സ്റ്റേഷനറി പലചരക്ക് കടയാണ് നടത്തുന്നതെന്ന് വിചാരിക്കും. സോ പലചരക്ക് കടയിൽ കുറെ കാര്യങ്ങൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അരി, പഞ്ചസാര, പല സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ വിൽക്കാനല്ലാത്തതിനും മേടിച്ചിട്ട് കുറെ സാധനങ്ങളുണ്ടാവും. അവിടെ ഫാൻ ഉണ്ടാവും, ചിലപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവും, ചിലപ്പോൾ മേശ ഉണ്ടാവും. ഇങ്ങനത്തെ ടേംസ് ഇടയ്ക്ക് ഇത് വിൽക്കാൻ വേണ്ടി മേടിച്ചതാണോ? അല്ല, ഒരിക്കലും വിൽക്കാൻ വേണ്ടി മേടിച്ചതല്ല. സോ അതൊക്കെ എന്താണ്, അതൊന്നും അപ്പോൾ പർച്ചേസ് അല്ല. വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല, പഞ്ചസാര, അരി, കാര്യങ്ങളൊക്കെ സ്റ്റേഷനറിയിൽ. സോ ഒരു ചെറിയ സ്റ്റേഷനറി കടയിലെ, സോ അതൊക്കെ എന്താണ്, പർച്ചേസ്. പക്ഷെ അല്ലാത്തതൊന്നല്ല പർച്ചേസ് അല്ല. അതെന്താന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. മനസ്സിലായോ? അപ്പൊ എന്താണ് പർച്ചേസ് മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസാക്ഷൻസും ജേർണൽസ് ഒക്കെ എഴുതുമ്പോൾ ഓക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പൊ പർച്ചേസ് എന്താണെന്ന് കൃത്യം മനസ്സിലായോ? എന്താണ് പർച്ചേസ്? അല്ലെങ്കിൽ പിന്നെ വേറൊരു കേസ് കൂടി ഉണ്ട്. സപ്പോസ് മാനുഫാക്ചറിങ് ആണ്, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിക്കുക. എന്നാൽ മാനുഫാക്ചർ ചെയ്യാൻ എന്താ, പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ, ഉണ്ടാക്കുക, മാനുഫാക്ചർ. സോ അങ്ങനെ മാനുഫാക്ചറിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മേടിക്കുമല്ലോ. സപ്പോസ് റോ മെറ്റീരിയൽസ്. സോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ മേടിക്കൂലേ? ഓക്കെ, ആ മെറ്റീരിയൽസ് ഒക്കെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു പർച്ചേസ് ആയിട്ട്. അപ്പോൾ പർച്ചേസ് എന്താണെന്ന് മനസ്സിലായോ? റീസെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് മേടിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് പർച്ചേസ്.
ബാക്കിയൊന്നും എന്തല്ല പർച്ചേസ് ആണ്. അതെന്താണെന്നത് വഴിയെ പറയും. സോ അടുത്തതാണ് ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ്. അടുത്ത ടേമാണെന്ത് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ. ഓക്കെ, എന്താണ് ക്രെഡിറ്റേഴ്സ്? ആർ പേഴ്സൺസ്. ക്രെഡിറ്റേഴ്സ് പറഞ്ഞ ആൾക്കാരാണ് who had to be paid by an enterprise an amount for providing goods or services on credit. ഇപ്പം നമുക്ക് കുറേ ആൾക്കാർ കടത്തിന് കുറേ സാധനങ്ങൾ, ഇപ്പം നമ്മൾ സപ്പോസ് സ്റ്റേഷനറി കട സെയിം തിങ്. സോ നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ ഹോൾസെയിൽ ആയിട്ടല്ലേ നമ്മൾ സാധനം എടുക്കുക, എന്നിട്ട് നമ്മൾ റീറ്റെയിൽ ആയിട്ട് വിൽക്കുക എന്ന് വിചാരിക്കും. നമ്മൾ സ്റ്റേഷനറി ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കും. സോ ഹോൾസെയിൽ നമ്മൾ ചിലപ്പോൾ കടത്തിനായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ കടത്തിന് അവരേക്കത് മേടിച്ചിട്ട് നമ്മൾ റീറ്റെയിൽ ആയിട്ട് വിൽക്കും. സോ ഈ കടത്തിന് നമ്മൾ മേടിച്ച ആൾക്കാരുണ്ടോ, അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് നമ്മൾ പറയുന്നത് ക്രെഡിറ്റേഴ്സ്. അവരെ നമ്മളെന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് ആരാന്ന് മനസ്സിലാവും. അതിന് നമ്മളെന്ത് കൂടി പറയും സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമ്മളിപ്പോ ബിസിനസ്, നമ്മൾ ആരാണ് ബിസിനസ്, അതെപ്പോഴും മനസ്സിലാണ്. അപ്പൊ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ, അവർക്ക് നമ്മൾ പൈസ കൊടുക്കും. ആർക്ക്? അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് എങ്ങനെയാ, ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും എന്നുണ്ടാവുക. ലോണല്ല, വേറെ തിങ് ആണ്. സോ ലോൺ അല്ല, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കില്ലടാ, ഉണ്ടോ? എന്റർപ്രൈസ് പ്രൊവൈഡിങ് ഗുഡ്സ് ഓർ സർവീസ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സർവീസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് നമ്മൾ ചിലപ്പോൾ ഹോൾസെയിലായിട്ട് പൈസ സാധനം എടുത്തിട്ടുണ്ടാവും, അവർ നമ്മളെ ക്രെഡിറ്ററാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ എ സി വെച്ചു, എ സിയുടെ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ സംഭവം നമ്മളെ കടയിൽ എ സി വെച്ചു, എ സിയുടെ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അത്രയും പൈസ ഇവർക്ക് കൊടുക്കാനല്ലേ. സോ ആ എ സിയുടെ പൈസ കൊടുക്കാനുള്ള ആളെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന മറ്റൊരു പേരാണെന്ത് സൺട്രി ക്രെഡിറ്റർ. അടുത്താണ് സെയിൽസ്. വാട്ട് ഈസ് സെയിൽസ്? സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂ കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ്, അല്ലെങ്കിൽ വരുമാനമാണ്. ഫ്രം എവിടുന്നുള്ള? ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഗുഡ്സ് കൊടുത്തിട്ടോ, ഒന്നല്ലെങ്കിൽ സാധനം കൊടുത്തിട്ട്, അല്ലെങ്കിലോ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട്. ഇപ്പൊ അക്ഷയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ്സ് വിൽക്കുന്നില്ലല്ലോ. ബിസിനസ് പറയുന്നത് രണ്ടെണ്ണാണോ, ഒന്നല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും സർവീസ്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഗുഡ്സ് കൊടുത്തിട്ട്, എന്താ പറയാ, ഗുഡ്സ് കൊടുക്കുക എന്നിട്ട് അവിടെ വിൽക്കുക, അതിന് പറയുന്ന പേരാണത് സെയിൽസ്. അല്ലെങ്കിൽ സർവീസ്. രണ്ടിനും നമ്മൾ എന്താണ് പറയുന്നത്? സെയിൽസ് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ സെയിൽസ് എന്താ മനസ്സിലായോ? സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സിനും. സപ്പോസ് ഇവിടെ നമ്മൾ ശരിക്കും സെയിൽസൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്ത് വിൽക്കുന്നത് എന്തല്ല, സെയിൽസ് അല്ല. ഓക്കെ, സപ്പോസ് എടാ നമ്മുടെ സെയിം കേസ് തന്നെ സ്റ്റേഷനറിയിൽ നമ്മൾ പഞ്ചസാര വിൽക്കുക, അവിടുത്തെ പച്ചക്കറി വിൽക്കുക, അതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചത്, അതൊക്കെ നമ്മൾ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, സെയിൽസ് ആയിട്ട് തന്നെ. പക്ഷെ നമ്മൾ നോക്കണ ഒരു അസറ്റ് വിൽക്കുക, അസറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മേശ വിൽക്കുക, അല്ലെങ്കിൽ ഫാൻ വിൽക്കുക, അത് ആക്ച്വലി നമ്മുടെ ആ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതല്ലല്ലോ. ചിലപ്പോൾ അത് കേടന്നിട്ട് വിറ്റതായിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അത് അക്കൗണ്ടിങ്ങിൽ സെപ്പറേറ്റ് ഒരു കാര്യങ്ങളുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സെയിൽസ് പറഞ്ഞാൽ എന്താ, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് വിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സർവീസ് നമ്മൾ അതെന്താണ് അതിന്. ഇപ്പൊ അക്ഷയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന എല്ലാ സർവീസസും, സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പാൻ കാർഡ് ഉണ്ടാക്കുക, ആധാർ കാർഡ് പുതുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യില്ല, ഇതൊക്കെ എന്താണ് സർവീസ്. അപ്പൊ അതിലൂടെ കിട്ടുന്ന പൈസ റവന്യൂ എന്ന വരുമാനം, ആ വരുമാനത്തിന് നമ്മൾ എന്താ പറയുന്നത് സെയിൽസ്. ഓക്കെ, അടുത്താണെന്ത് സൺട്രി ഡെപ്റ്റേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ സൺട്രി ഡെപ്റ്റേഴ്സ്? പേഴ്സൺ ഹു ഹാവ് ടു പേ for goods sold or services rendered in respect of contractual obligations. So ഒന്നുമില്ലടാ, നേരത്തെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ എന്ത് ക്രെഡിറ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് നമ്മൾ പറയും ഡെപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കടത്തിന് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ലേ, നമ്മൾ സ്റ്റേഷനറി കട ഉണ്ട്, അത് എപ്പോഴും ഓർമ്മ. സോ നമ്മൾ കടത്തിന് കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും, കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനെങ്കിൽ നമ്മൾ കടത്തിന് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, തരാണ്ടാവും നമുക്ക് പൈസ. അപ്പൊ ആ തരാനുള്ള ആൾക്കാരുണ്ടല്ലോ, സപ്പോസ് നമ്മൾ അവിടുന്ന് കുറെ നാട്ടിൽ നിന്നൊക്കെ കുറെ അങ്ങനെ കടം മേടിച്ച് പോയിട്ടുണ്ടാവും, ആ കടം മേടിച്ച് പോയി ആ തരാനുള്ള ആൾക്കാരെ നമ്മളെന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഇനി റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസിന്റെ ആക്ച്വലി മറ്റൊരു പേരാണ് റവന്യൂ. സെയിൽസ് റവന്യൂ ഇസ് ദ എമൗണ്ട് ബൈ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, അല്ലെങ്കിൽ വിറ്റിട്ടോ ഗുഡ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടോ കിട്ടുന്ന പൈസ തന്നെയാണ് നമ്മൾ പറയുന്നത് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ അതർ ദാൻ ഇതും വരാറുണ്ട്, വേറെ റവന്യൂ, സെയിൽസ് അല്ലാത്ത റവന്യൂ ഉണ്ട്. ചിലപ്പോൾ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പലിശ. കമ്മീഷൻ കിട്ടൂല, കമ്മീഷൻ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, എന്തെങ്കിലും ഇപ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കുന്ന അതൊരു റവന്യൂ ആയിട്ട് വരാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനികൾ കൊടുക്കുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ലേ, അതിനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. റോയാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ?
റെന്റ് ഇല്ല, റെന്റ് പോലുള്ളൊരു സാധനം തന്നെ റോയൽറ്റീസ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് പിന്നെ റെന്റ്, അതൊക്കെ എന്താണ്, അതൊക്കെ റവന്യൂ ആണ്. സപ്പോസ് ഒരു ബിസിനസ്സിന് കുറെ ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, റവന്യൂ ഉണ്ട്, അതിന് പൈസ കിട്ടിയിട്ടുണ്ടാവും. സോ അതിനെ നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് നിന്ന് മാത്രമല്ല ഒരു ബിസിനസ്സിന് എന്ത് കിട്ടുന്നത്, പൈസ കിട്ടും. റവന്യൂ എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. അതുകൊണ്ടെങ്കിൽ നമ്മൾ റവന്യൂ എന്ന് പറയും. യെസ്. ഇനി അടുത്ത എക്സ്പെൻസസ്. അടുത്ത ടേമാണ് എക്സ്പെൻസസ്. എക്സ്പെൻസ് എന്താണ്? കോസ്റ്റ് ഇൻക്വേർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ആർ കോൾഡ് എക്സ്പെൻസസ്. എന്താണ്? ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമ്മളത് പ്രോസസ് ചെയ്യാൻ, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ സെയിൽസ് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കോസ്റ്റ്, ചെലവുകൾ വന്നിട്ടുണ്ടാവും. ആ ചെലവിനെ പറയുന്ന പേരാണെന്ത്? എക്സ്പെൻസസ്. ഇപ്പൊ പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. കാരണം ആ റവന്യൂ എന്ന് പറയുന്നത് അല്ലെ, ആ സെയില് നടക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള കുറെ എക്സ്പെൻസ് ഉണ്ട്. ചിലപ്പോൾ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാഫിന് പൈസ കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അവിടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടാവും, കറണ്ട് ബില്ല് നമ്മുടെ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ബില്ല് നമ്മുടെ എക്സ്പെൻസ് ആണ്. ഇങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻസ്. അടുത്തതാണ് ഇൻകം. വാട്ട് ഈസ് ഇൻകം? The difference between the revenue and expense is called income. എടാ റവന്യൂ നമുക്ക് കുറേ എന്ത് ചെയ്യുന്നു, പൈസ വരുന്നു, ഓക്കെ, അതിൽ നിന്ന് കുറേ എക്സ്പെൻസസ് പോലെ ബാക്കിയുള്ളതിനെ പറയുന്ന പേരാണ് ഇൻകം, നമ്മുടെ വരുമാനം. സപ്പോസ് നമ്മുടെ 100 രൂപയുടെ സാധനം, ഓക്കെ, ഞാനിത് എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിച്ചോളാം. 100 രൂപയ്ക്ക് നമ്മൾ മേടിച്ചൊരു സാധനം 200 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻകം എത്രയാണ്? 200 മൈനസ് 100, ഇതാണ് 100. ഇതാണ് നമ്മുടെ ഇൻകം, ഇതാണ് നമ്മുടെ വരുമാനം. കാരണം നമ്മൾ 200 രൂപയാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും അതിൽ 100 രൂപയുടെ നമ്മുടെ കോസ്റ്റ് ആണ്, നമ്മുടെ എക്സ്പെൻസ് ആണ്. അതങ്ങനെയാണ്, അതാണ് ഇൻകം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുന്നുള്ളൂ, കാര്യങ്ങൾ കൊണ്ട് ഡിഫറൻസ്. വഴി അവർ എന്ത് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 35,000 എന്ത് ചെയ്തു, ഒരു സാധനം മേടിച്ചു. 25,000 എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10,000 ആണ് എന്ത് അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത്. അതായത് 35,000 രൂപയ്ക്ക് സാധനം മേടിച്ചു, 25,000 നമുക്ക് അതിൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, നമുക്കറിയാതെ സിമ്പിൾ കോമൺ ലോജിക്കാണ്. ഇൻകം ഇസ് ഈക്വൽ ടു, ഇൻകം കാണാൻ ഇക്വേഷൻ ആണ് റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഇൻകം ഇസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഓക്കെ ആണല്ലോ? യെസ്. സപ്പോസ് എടാ നിങ്ങൾ 20 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 20 രൂപയ്ക്ക്, എന്നിട്ട് നിങ്ങളതൊരു എത്ര രൂപയ്ക്ക് വിറ്റു? 50 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഇവിടുത്തെ ഇൻകം എന്താണ്? 50 മൈനസ് 20, എത്ര രൂപയുടെ ഇൻകം? 30. അതായത് നിങ്ങൾക്ക് ഈ ഇൻകത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്, ആക്ച്വലി അതല്ല, പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോഫിറ്റ് തന്നെയാണ് പറയുന്നത് എന്ത്, ഇൻകം. മനസ്സിലായോ? ഇൻകം മനസ്സിലായോ? ഇൻകം കാണാൻ ഇക്വേഷൻ മനസ്സിലായോ? എന്തെങ്കിലും ഇൻകം കാണാൻ ഇക്വേഷൻ ഇൻകം is equal to revenue minus expense. അടുത്തതാണ് ഗെയിൻ. എന്താണ് ഗെയിൻ എന്ന് പറഞ്ഞാൽ? യൂഷ്വലി ദിസ് ടേം ഈസ് യൂസ്ഡ് ഫോർ പ്രോഫിറ്റ് ഓഫ് ആൻ ഇറഗുലർ നേച്ചർ, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രോഫിറ്റിൻ്റെ നേച്ചറായി. സോ ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ സപ്പോസ് ഇവിടെ നിങ്ങളെടുത്ത് ഗെയിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാലേ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സപ്പോസ് ഇവിടെ നിങ്ങളുടെ കടയിൽ, സ്റ്റേഷനറി കടയെന്ന് വിചാരിച്ചു, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. എന്തുണ്ട്? ഒരു ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജ് നമ്മൾ 1,00,000 രൂപ മേടിച്ചു. ഫ്രിഡ്ജ് നമുക്ക് എന്ത് ചെയ്തത്? 1,00,000. എപ്പോഴും ഇതിന് 1,00,000 രൂപയായിരിക്കും ഇതിൻ്റെ വില ഉണ്ടാവുക? അല്ലല്ലോ. ഓരോ ദിവസം അനുസരിച്ച് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമല്ലടാ. അപ്പം ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ കുറഞ്ഞ് വന്ന് ഏകദേശം ഒരു മാർക്കറ്റ് വാല്യൂ 20,000 ഉറുപ്പിക വിചാരിക്കും. ഒരു 5 കൊല്ലത്തിന് ശേഷം ഇതിന് എത്ര ഉറുപ്പിക ഉള്ളൂ? ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്ര ഉള്ളൂ? 20,000. നമ്മളെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിരിക്കണ ഈ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എത്ര ആയിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്? 20,000. പക്ഷെ നമ്മളിവിടെ ഇത് വിറ്റപ്പോൾ, പക്ഷേ ഫ്രിഡ്ജ് വിറ്റപ്പോൾ നമ്മൾ കരുതി 20,000 കിട്ടുള്ളൂ. പക്ഷെ ഏതൊരു മണ്ടൻ വന്നിട്ട് ഒരു 30,000 ഉറുപ്പിക മേടിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ 20,000 ഇവിടെ ആക്ച്വലി നമുക്ക് 10,000 ഉറുപ്പിക അധികം ലാഭമല്ലേ? ഈ 10,000 രൂപയുടെ പറയുന്ന പേരാണ് ഗെയിൻ. നമുക്ക് അവിടെ കിട്ടിയ പ്രോഫിറ്റ് പോലെ തന്നെ അല്ലടത്, അതിനെ പറയുന്ന പേരാണ് ഗെയിൻ. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിൻ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. അതുപോലെയാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കുക സിമ്പിളായിട്ട്, ഇത് എന്ത് തന്നെയാണ്? ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ്. പക്ഷെ ഏതെന്നുണ്ടാവുന്ന പ്രോഫിറ്റ് അല്ല,
നമ്മുടെ സാധാരണ സെയിൽ ചെയ്യുക, ഗുഡ്സ് സെയിൽസ് ചെയ്തിട്ടോ സർവീസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനല്ല നമ്മൾ എന്ത് പറയുന്നത് ഗെയിൻ എന്ന് പറയുന്നത്. അല്ലാത്ത കുറെ കുറച്ച് കാര്യങ്ങളിൽ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസ് ഉണ്ടാവില്ല. ഇപ്പൊ സ്റ്റേഷനറി കട എന്ന് പറയുന്നത് എന്താ, അവിടുത്തെ ഓരോ കാര്യങ്ങൾ എന്താ പറയാ, അവിടുത്തെ ഡെയിലി ഓരോ സാധനം പഞ്ചസാര വെക്കുന്നു, അങ്ങനത്തെ ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ അല്ല എന്ത് പറയുന്നത് ഗെയിൻ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെന്റ് സാധനം, മനസ്സിലായോ? അടുത്തതാണ് ലോസ്. അടുത്ത ടേമാണ് എന്ത് ലോസ്. എന്താ ലോസ് എന്ന് പറഞ്ഞാൽ, ലോസ് ഇറ്റ് മീൻസ് സംതിങ് അഗെയിൻസ്റ്റ് which the firm received to be no benefits. It's a factor as expense lead to the revenue, but losses do not such that tough. സോ നോക്കിക്കോ, ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ റവന്യൂവിനേക്കാൾ കൂടുതലാണ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ടുണ്ടാവും, ഇത് ലോസ് ആയിരിക്കും. ഇറ്റ് മീൻസ് സംതിങ് അഗെയിൻസ്റ്റ് വിച്ച് ദ ഫേംസ് റിസീവ് നോ ബെനിഫിറ്റ്, ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഫാക്ട് ദാറ്റ് എക്സ്പെൻസ് ലീഡ് ടു റവന്യൂ ബട്ട് ലോസസ് ഡു നോട്ട്. ഓക്കെ, സച്ച് ആസ് തെഫ്റ്റ്. അവിടെ നോക്കട്ടെ, കളവ് പോകും. ഓക്കെ, കളവ് പോകുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നോക്കട്ടെ, സപ്പോസ് നമ്മുടെ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയി, ഇപ്പൊ സാധനങ്ങൾ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയി, ഇതൊക്കെ എന്താണ്, തെഫ്റ്റാണ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കളവ് ആരെങ്കിലും അടിച്ചു മാറ്റി പോകും. അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമല്ലടാ, നോ ബെനിഫിറ്റ്സ്. നമുക്ക് എന്താണ് ഹാംഫുൾ ആണ് ആക്ച്വലി. നമുക്ക് അവിടെ വല്ല ബെനിഫിറ്റ് ഉണ്ടോ, അവിടെ വല്ലതും നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടോ, ഇല്ല. സോ അതിനൊക്കെ നമ്മൾ പറയുന്നത് ലോസ്. അത് നമുക്ക് ലോസ് ആവും, നഷ്ടം. ഇനി അടുത്താണ് പ്രോഫിറ്റ്. വാട്ട് ഈസ് പ്രോഫിറ്റ്? എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ. ഇതെന്താണ് എക്സസ് ഓഫ് റവന്യൂ? റവന്യൂ എന്നത് വരുമാനം ഓഫ് ബിസിനസ് ഓവർ ഇറ്റ്സ് കോസ്റ്റ്. കോസ്റ്റ് ചെലവിനേക്കാൾ കൂടുതൽ എത്ര നമുക്ക് കിട്ടിയോ വരുമാനം. സപ്പോസ് ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചോ, സെയിം എക്സാമ്പിൾ, 50 രൂപയ്ക്ക് നമ്മൾ വിറ്റു, അതിന് നമ്മളെ കോസ്റ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അങ്ങനെ 20 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്, മനസ്സിലായോ? അപ്പം 50 രൂപയ്ക്ക് വിറ്റ സാധനം അതിന് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെലവ് നമുക്ക് എത്ര രൂപയാണെന്നുള്ളൂ, 30 രൂപയാണെന്നുള്ളൂ. അപ്പം അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ്. ഇറ്റ് മേ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ വഴി ഡിസ്കസ് ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽസ് റവന്യൂ ആൻഡ് ദ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ഓർ സോൾഡ് സർവീസ് പ്രൊവൈഡ് ഡയറക്റ്റ് കോസ്റ്റ്. അതായത് ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തതിന് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടില്ല. പ്രോഫിറ്റ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, എന്താണ് റവന്യൂ, നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചിലവ് കുറച്ച് കിട്ടും. ഇൻകം ഉണ്ടല്ലോ, അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കുക. ഇൻ ഡെപ്തിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്, ഇൻകം എന്താണ്, റവന്യൂ എന്താണെന്നൊക്കെ, അല്ല പ്രോഫിറ്റ് എന്താണെന്ന് ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാവും. ഓക്കെ, അടുത്താണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് എക്സ്പെൻസ്. എന്താണ്, സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്സ് സർവീസ് ഓർ പ്രൊവൈഡഡ് റെസീവബിൾ കോൾഡ് എക്സ്പെൻഡിച്ചർ. ഒന്നല്ലെങ്കിൽ നമുക്ക് വരുന്ന ചിലവുകൾ. ചിലവ് ചിലപ്പോൾ ക്യാഷ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ സപ്പോസ് കടത്തിന് മേടിച്ചതാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ചിലവ്. സപ്പോസ് നമ്മൾ ഫ്രിഡ്ജിന് പൈസ കൊടുത്ത് മേടിച്ചു, എന്നാലും അത് ചിലവ് തന്നെയാണ്. സപ്പോസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, കടത്തിന് മേടിച്ചു, കടത്തിന് വെച്ചാൽ അവിടെ ചിലവുണ്ടല്ലോ, പൈസ നമ്മൾ കൊടുക്കണമല്ലോ. സോ വാട്ട് ആർ ദ എക്സ്പെൻഡിച്ചർ. അടുത്താണ് ഡ്രോയിങ്സ്. അതാണ് എന്ത് ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് മണി. എന്താണ്, ഒരു പൈസയാണ്. എന്തിനാ, ഓഫ് വാല്യൂസ് ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊപ്രൈറ്റർ ടേക്കൺ അവേ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് ഓർ ഹെർ ഹൗസ് ഹോൾഡ് പ്രൈവറ്റ് യൂസ്. സോ നോക്കിക്കൂടാ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓണേഴ്സ് ഉണ്ടാവില്ല, അവിടെ ബിസിനസ് ഓണേഴ്സ്. സോ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്ന് വിചാരിക്കും നമ്മൾ. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ഓണേഴ്സ് പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട്, ഇവിടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല, പ്രൈവറ്റ് യൂസ് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നോക്കാം, നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു സ്റ്റേഷനറി കട തുടങ്ങി വിചാരിക്കും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലെ സാധനം ഞാൻ പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന, എൻ്റെ വീട്ടിലെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാധനം എടുക്കുക, അല്ലെങ്കിൽ പൈസ എടുക്കുക, എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബിസിനസ് എടുക്കുക. ഇപ്പോൾ ബിസിനസ് എടുക്കുന്ന ആ മണി ഉണ്ടല്ലോ, അതിനെ പറയുന്നത് പേരാണ് ഡ്രോയിങ്സ്. അത് ഗുഡ്സോ ഗുഡ്സ് എന്തെടുത്താലും അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിലെ എന്ത് സാധനം എന്ത് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പേഴ്സണൽ യൂസിന്, നമ്മുടെ പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് ഡ്രോയിങ്സ്. അപ്പോൾ മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിലൊരു കാര്യം, ബിസിനസ്സിലെ ഗുഡ്സ് ആവാം, സർവീസ് ആവാം, വാട്ടർ വെറൈറ്റീസ്, അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പേഴ്സണൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അടുത്താണ് ക്യാപിറ്റൽ. വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ? Capital, it is an amount invested in an enterprise by its owners. ഒന്നുമില്ലടാ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കണേ, ഇപ്പോൾ നമ്മൾ ഞാനും മാത്രമാണ് വിചാരിച്ചത്, നിങ്ങൾ 1 ലക്ഷം ഇട്ടു, ഞാൻ 1 ലക്ഷം.
അങ്ങനെ എത്ര ടോട്ടൽ 2 ലക്ഷം. ഈ 2 ലക്ഷം നമ്മൾ സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ ആ 2 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ. ഓക്കെ, അതായത് ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ, യെസ്. ഇനിയാണ് എന്ത്? അസറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ദർ ആർ ടാഞ്ചിബിൾ ഒബ്ജക്റ്റ്. എന്താ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാലോ? സോ നോക്കടാ, ഇപ്പം ഈ ഒരു ഡയറി എനിക്ക് തൊടാൻ പറ്റൂല. തൊടാൻ പറ്റുന്നതിന് പറയുന്ന പേരാണ് ടാഞ്ചിബിൾ. ചിലതൊന്നും തൊടാൻ പറ്റില്ല. സോ ഇപ്പോൾ സപ്പോസ് എൻ്റെ സ്വഭാവം വളരെ നല്ലതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഗുഡ് ബിഹേവിയറാണ്. എനിക്ക് എന്താണ്? ഗുഡ് ബിഹേവിയർ, നല്ല സ്വഭാവം. സോ അത് ടാഞ്ചിബിൾ ആണ്. എൻ്റെ സ്വഭാവത്തെ എങ്ങനെ തൊടാൻ പറ്റില്ല. സോ അതെന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്. എന്ന് പറയുന്ന പേരാണ് എന്ത്? ഇൻടാഞ്ചിബിൾ. ഇപ്പം ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ. ഇപ്പം ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ആയിരിക്കണം അസറ്റ്, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ചിലപ്പോൾ ഇൻടാഞ്ചിബിൾ ആയിരിക്കും. സോ റൈറ്റ്സ് ഓൺഡ് ബൈ ദ എന്റർപ്രൈസ്, അതിന്റെ അവകാശം ആർക്കായിരിക്കും? ബിസിനസ്സിനായിരിക്കും. ആൻഡ് ക്യാരിയും പ്രോബബിൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്, അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് അസറ്റ്. അസറ്റ് എന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ വിൽക്കാൻ വേണ്ടി മേടിച്ചു വന്നല്ല അസറ്റ്. സപ്പോസ് നമ്മളൊരു സ്റ്റേഷനറി ലുലു മാൾ. ലുലു മാൾ അറിയില്ലേ? ലുലു ഇപ്പം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവിടുത്തെ ഇപ്പോൾ കുറേ മെഷീൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഷെൽഫ്. ഇപ്പോൾ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലടാ. ഷെൽഫ്, ഈ ഷെൽഫ് എന്ന് പറയുന്നത് വിൽക്കാൻ വേണ്ടി മേടിച്ചാൽ ആ ഷെൽഫ് കാരണം കുറേ നമുക്ക് സെയിൽസ് ഉണ്ടാവുന്നുണ്ടോ? ആ ഷെൽഫ് അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ സെയിൽസ് ഉണ്ടാവുന്നില്ലേ? അപ്പോൾ അതെന്താണ്? അസറ്റാണ്. അപ്പോൾ ആ ഷെൽഫ് കൊണ്ട് നമുക്കൊരു ഫ്യൂച്ചർ ബെനിഫിറ്റ് നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ബിൽഡിങ്. സപ്പോസ് ഒരു ബിൽഡിങ്, ഏത് ബിസിനസ്സിലും ഒരു ബിൽഡിങ് ആ ബിൽഡിങ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബിസിനസ്സിൽ റവന്യൂ ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ആ ബിൽഡിങ് കാരണം ഭാവിയിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവല്ലേ? സോ അതിന്റെ പേരാണ് എന്ത്? അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടോ? അതെന്തായിരിക്കാം? ടാഞ്ചിബിൾ ആയിരിക്കാം. ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ചിലത് ടാഞ്ചിബിൾ ഉണ്ടാവും, ചിലപ്പോൾ ഇൻടാഞ്ചിബിൾ ഉണ്ടാവും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടാഞ്ചിബിൾ ആണ് തൊടാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? മിഷനറീസ്, അതുപോലെ തന്നെ ബിൽഡിങ്, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ അവിടെ ഫിക്സർ അസറ്റ് ഒക്കെ ഉണ്ടാവില്ല. അസറ്റ് എന്നാണ് നമ്മൾ അസറ്റ് എന്നാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നത് അത് വിൽക്കാൻ വേണ്ടി മേടിച്ചതാവരുത്. മനസ്സിലായോ? ഓക്കെ, സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? അതൊരു ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ ആകുമ്പോൾ തൊടാൻ പറ്റും. പക്ഷെ ചിലത് ഇൻടാഞ്ചിബിൾ ഉണ്ടാവും, ചിലത് നമുക്ക് കാണാൻ പറ്റില്ല. സപ്പോസ് ഇപ്പം ഇവിടെ ലുലുവിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? ഒരു ബ്രാൻഡ് വാല്യൂ ഇല്ല ലുലുവിന്. സോ അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് വാല്യൂ അതിന് പറയുന്ന പേരാണ് ഗുഡ് വിൽ. അതിന്റെ പേരാന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ. അപ്പൊ ഗുഡ് വിൽ എന്താ? ഗുഡ് വിൽ നമുക്ക് ആക്ച്വലി അതൊരു അസറ്റാണ്. ആ ഗുഡ് വിൽ, ലുലു എന്ന് പറയുന്ന ആ പേര് ബ്രാൻഡ് ആളുകളുടെ ഇടയിൽ അത്രയും ഫേമസ് ആണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? അവർക്ക് അത്രയും എന്ത് ചെയ്യുന്നത്? കച്ചവടം കിട്ടുന്നത്. സോ അപ്പൊ ആക്ച്വലി അവർക്ക് ആ ഗുഡ് വില്ല് കാരണം, അവരുടെ ആ പേര് കാരണം അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഭാവിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, ഫ്യൂച്ചറിൽ. സോ അതുകൊണ്ട് ആ ഗുഡ് വിൽ എന്താണ്? ഒരു അസറ്റാണ്. പക്ഷെ ഗുഡ് വില്ല് ഇങ്ങനെ പോയി തൊടാൻ പറ്റുമോ? ആ ബ്രാൻഡ് വാല്യൂ, ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, എടാ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇൻടാഞ്ചിബിൾ. മനസ്സിലായോ? ഇപ്പൊ 2 ടൈപ്സ് ഓഫ് അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ. അസറ്റ് എന്താന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാവുന്ന, അത് ആരെ ഓൺ ചെയ്യണതായിരിക്കണം? ഏതെങ്കിലും ആയിരിക്കണം. അതിന്റെ റൈറ്റ്സ്, അതിന്റെ അവകാശം ആയിരിക്കണം? ബിസിനസ്സിനായിരിക്കും, എന്റർപ്രൈസിന്റെ ആയിരിക്കും. അപ്പൊ അതിനെ പറയുന്ന പേരാണത് അസറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടടാ. ഫർണിച്ചർ. ഇവിടെ ഒരു ബിസിനസ്സിലെ ഫർണിച്ചർ, മെഷീൻസ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ? അസറ്റ്സ് ആർ ദ പർച്ചേസ്. അതും തന്നെ പർച്ചേസ് ചെയ്ത് തന്നെ നമ്മൾ. പക്ഷേ ബിസിനസ് ആർ ഇൻ യൂസ്. ബിസിനസ്സിലെ യൂസ് ഉണ്ട്, നോട്ട് ഫോർ ദ സെയിൽ. സെയിൽ മേടിച്ചതല്ല. അതിന് വേണ്ടി പറയുന്ന പേരാണ് എന്ത്? അസറ്റ്സ്. ദേ ആർ റൈസ്ഡ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. അപ്പോൾ ഇപ്പോൾ ബിസിനസ് നമ്മൾ വിൽക്കാൻ മേടിച്ചതല്ലാത്തത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേഷനറി കടയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്താ പറയാ, ഷെൽഫ്, അതുപോലെ തന്നെ അവിടുത്തെ മേശ, അവിടുത്തെ ഫാന്, അതൊന്നും എന്ത് ചെയ്താലും വിൽക്കാൻ വേണ്ടി മേടിച്ചല്ലോ. പക്ഷെ അതുകൊണ്ടൊക്കെയല്ലേ നമുക്ക് അവിടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അതിനൊക്കെ പറയുന്ന പേരാണ് അസറ്റ്. ഇനി അടുത്താണ്. അപ്പൊ അസറ്റ് എന്നാ മനസ്സിലായോ? അസറ്റ് മനസ്സിലായാലേ കറന്റ് അസറ്റ് എന്ന് മനസ്സിലാവും. അടുത്താണ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് ആർ വിച്ച് ആർ ഹെൽഡ് ഫോർ ഷോർട്ട് പീരിയഡ്, ജനറലി 1 year ടൈം. ഇവിടെ 1 വർഷമോ അല്ലെങ്കിൽ 1 വർഷത്തിന് താഴെയോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് കറന്റ് അസറ്റ്. ഓക്കെ, യെസ്. ഇപ്പോൾ
ഇപ്പം ക്യാഷ്, ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. ഇപ്പം ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. കാരണം ക്യാഷ് കൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ട്. ക്യാഷ് കയ്യിൽ വെക്കണോണ്ടൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. സോ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അപ്പൊ ഈ ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊല്ലം ഇങ്ങനെ അളക്കാതെ ഇങ്ങനെ വെക്കണം. ഒരു ക്യാഷ് ഇല്ല, ക്യാഷ് വരും പോകും. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് എന്താ? കറണ്ട് അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട്. ഇനി നോൺ കറണ്ട് അസറ്റ് ഉണ്ട്. നോൺ കറണ്ട് അസറ്റ് എന്താ? മോർ ദാൻ 1 year ഹോൾഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? നോൺ കറണ്ട് അസറ്റ്. ഒരു വർഷത്തിലേക്ക്. സപ്പോസ് നമ്മൾ ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ ഒരു വർഷത്തിന് വേണ്ടിയിട്ടായിരിക്കും മേടിച്ചിട്ടുണ്ടാവും. അല്ല, ഒരു വർഷത്തിലേക്ക് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ പറയുന്ന പേരാണ് എന്ത്? നോൺ കറണ്ട് അസറ്റ്. അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയ കാരണം നോൺ കറണ്ട് അസറ്റ് ആണ്. അല്ല, അതൊക്കെ എന്താ? അതിനെ നമ്മൾ പറയും ഒന്നല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയും. നോൺ കറണ്ട് അസറ്റിന്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് അസറ്റ്. നോൺ കറണ്ടിന്റെ മറ്റൊരു പേരാണ് അത് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ദർ ആർ 2 types ഓഫ് അസറ്റ്. എന്താ അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ ബെനിഫിറ്റുള്ള എല്ലാ കാര്യവും അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലാത്തതൊക്കെ അസറ്റ് ആയിട്ട് സാധാരണ വരാറുള്ളൂ. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ആയിട്ടൂടെ വരും. സോ നോക്കിക്കോ, എന്താ അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉള്ള ഒരു എക്സ്പെൻഡിച്ചർ നേച്ചർ ഉള്ള ഒരു സാധനത്തിന് പറയുന്ന പേരാണ് അസറ്റ്. സപ്പോസ് നമ്മൾ ഒരുപാട് മെഷീനറി, നിങ്ങൾക്ക് വഴി ഇങ്ങനെ ഒരു ഐഡിയ കത്തി വരും, മനസ്സിലാവും. മെഷീനറി, ബിൽഡിങ്, ഇതൊക്കെ എന്താണ്? അസറ്റാണ്. അസറ്റ് 2 types ആണ്. ഒന്നെന്ന് പറയുന്നത് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷಕ್ಕೆ എന്ത് ചെയ്യുള്ളൂ? അത് കയ്യിൽ വെക്കുള്ളൂ. ഇപ്പൊ ക്യാഷ് ഇങ്ങനെ വരും പോകും. ക്യാഷ് അസറ്റാണ്. ഇപ്പൊ വരും പോവുകയല്ലേ ചെയ്യുന്നത്. സോ ഒരു വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കാറില്ലല്ലോ. സോ നമ്മൾ അതിന് എന്ത് പറയും? കറണ്ട് അസറ്റ്. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ നോൺ കറണ്ട് അസറ്റ്. ബിൽഡിങ്ങിന് എന്തിന് എക്സാമ്പിൾ? നോൺ കറണ്ട്. അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ്. അടുത്തതാണ് ലയബിലിറ്റി. ലയബിലിറ്റി ആണ് ഇറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. നമ്മൾ കൊടുക്കാനുള്ളത് പൈസയാണ് ഓഫ് ആൻ എന്റർപ്രൈസ് അതർ ദാൻ ഓണേഴ്സ്. ഓണേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം. അതായത് നമ്മൾ ഇവിടെ ബിസിനസ്സിന് നമ്മൾ ആക്ച്വലി എങ്ങനെ കാണണമെന്ന് അറിയാം. ബിസിനസ് വേറെ, ഓണേഴ്സ് വേറെ. രണ്ടും സെപ്പറേറ്റ് ആണ്. സോ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സിനല്ലാതെ, ഓണേഴ്സിന് കൊടുക്കാനുള്ളത് എന്തല്ല? ലയബിലിറ്റി അല്ല. സപ്പോസ് നമ്മളവിടെ ലോൺ എടുത്തിട്ടുണ്ടാവും ബാങ്കിൽ നിന്ന്, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെടുത്തിട്ടുണ്ടാവും? ലോൺ. സോ ആ ലോൺ എടുത്ത ബാങ്കിന്, അപ്പൊ ബാങ്കിന് ബിസിനസ് പൈസ കൊടുക്കാനില്ലേ? സോ അതിന് പറയുന്ന പേരാണ് എന്ത്? ലയബിലിറ്റി. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്താണ്? ലയബിലിറ്റിയാണ്. കാരണം ക്രെഡിറ്റേഴ്സ് നമ്മൾ പൈസ കൊടുക്കണ്ടേ? സോ അത് ലയബിലിറ്റിയാണ്. അതായത് ഓണേഴ്സ് എന്നല്ലാതെ ആർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയാം? ലയബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് എ ലയബിലിറ്റി അതർ ദാൻ ദ ഓണേഴ്സ്. ഓണേഴ്സിനല്ലാത്ത ഏത് ഫണ്ട് ആർക്ക് കൊടുക്കാനുണ്ടോ അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഒബ്ലിഗേഷൻ. ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. പൈസ കൊടുക്കാനുള്ളതിന് പറയുന്ന പേരാണെന്ത്? ലയബിലിറ്റി. മനസ്സിലായോ? കണ്ടോ? ലയബിലിറ്റീസ് എന്നത് മീൻ ദ എമൗണ്ട് ഓഫ് ബിസിനസ് ഓണേഴ്സ് ഔട്ട്സൈഡ്. ഓണേഴ്സിനല്ല, വേറെ ഔട്ട്സൈഡേഴ്സ്. ദാറ്റ് ഈസ് ദ എക്സ്പെക്ട് ദ പ്രൊപ്പറേറ്റേഴ്സ്. In the words of Finney Miller just ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലയബിലിറ്റീസ് ആർ the amounts on to ക്രെഡിറ്റേഴ്സിന് കടം കൊടുക്കാണ്ടാവില്ല ഒരിക്കലും. Thus the claims owned by the are not the owners are carried liability. ഇനി ഇവിടെ വേറെ നോക്കണം, വേറൊരു ഇക്വേഷൻ. ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചു. ഇൻകം ഇസ് ഈക്വൽ ടു എന്താണ്? റവന്യൂ മൈനസ് എക്സ്പെൻസ് ആയിരുന്നു. ഇവിടെ അടുത്ത ഇക്വേഷൻ ആണ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. എന്താണ്? അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിനൂടെ എഴുതാം. നിങ്ങൾ ഈ ട്രാൻസ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും? അതായത് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം, ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ആയിട്ട് എഴുതാം, അസറ്റ് ഇസ് ഈക്വൽ ടു. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. ഈ ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചു. എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തായിരിക്കും എപ്പോഴും ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഈ ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചു. ഇനി അടുത്താണ് ലയബിലിറ്റീസ് ക്യാൻ ക്ലാസിഫൈഡ് ഫോളോസ്. ലയബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ലോങ് ടേം ലയബിലിറ്റീസ്. ദർ ആർ ദോസ് ലയബിലിറ്റീസ്. ഫസ്റ്റ് വൺ ആണ് ലയബിലിറ്റീസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്. ലയബിലിറ്റീസിന്റെ മലയാളം എന്താ? ആക്ച്വലി ബാധ്യത.
എന്താണ് മലയാളം ബാധ്യത. നമ്മൾ കുറെ ആൾക്കാർ കൊടുക്കണം. പക്ഷെ ഓണേഴ്സിന് കൊടുക്കാനുള്ളതാണോ? ഓണേഴ്സ് ഇല്ല, ഓണേഴ്സ് അല്ലാത്ത ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ലയബിലിറ്റീസ്. എത്ര ടൈപ്പ് ഉണ്ട്? ഇത് ഫസ്റ്റ് ടൈപ്പ് ആണ്, അത് ലോങ് ടേം ലയബിലിറ്റീസ്. ഓക്കെ, ലോങ് ടേം ലയബിലിറ്റീസ് ആർ വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് ടേം, ജനറലി മോർ ദാൻ 1 year. ഓക്കെ, കാരണം നമ്മുടെ ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ. സോ നമ്മൾ സപ്പോസ് ബാങ്കിൽ ലോൺ എടുത്തു എന്ന് വിചാരിക്കും, ഇത് തിരിച്ചടക്കേണ്ടത് ഒരു വർഷത്തിനൊക്കെ ശേഷം വിചാരിക്കും. ഇപ്പോൾ നടക്കണ്ട, കുറച്ച് ഒരു വർഷത്തിന് കഴിഞ്ഞിട്ടൊക്കെ അടച്ചാൽ മതി, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിനൊക്കെ ലോൺ എടുക്കുമ്പോൾ എത്ര ദിവസം? 5 വർഷത്തിന് അല്ലെങ്കിൽ 10 വർഷത്തിനൊക്കെ അല്ലേ. അപ്പൊ എന്താ ലോങ് ടേം ആണ്, ഒരുപാട് അളവ് കൂടുതലാണ്, അതായത് ഒരു വർഷത്തിനേക്കാൾ കൂടുതലാണ്. സാധാരണ നമ്മൾ ഈ ലോങ് മറ്റേ നമ്മൾ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും പറഞ്ഞാൽ വേണ്ട, അവിടെ ഒരു വർഷം പറഞ്ഞു. അതേപോലെ തന്നെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് മുകളിൽ ഉള്ള ലയബിലിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ലോണൊക്കെയാണ് അതിന് മെയിൻ എക്സാമ്പിൾ. കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ, ബാധ്യതയാണ് നമ്മുടെ. അപ്പൊ അതിന് നമ്മൾ പറയുന്നവരാണ് ലോങ് ടേം ലയബിലിറ്റീസ്. രണ്ടാണ് ഷോർട്ട് ടേം, ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കും. സപ്പോസ് നമ്മൾ ക്രെഡിറ്റേഴ്സ്, ഞാൻ പറഞ്ഞു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഓർമ്മ ഉണ്ടോ? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ ചിലപ്പോൾ ഹോൾസെയിൽ ആയിട്ട് ഗുഡ്സ് ഒക്കെ മേടിച്ചിട്ട് കൊടുക്കാത്തുള്ള ആൾക്കാർ. സോ ആ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലയബിലിറ്റിയാണ്. പക്ഷെ ആ ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് നമ്മൾ കടം മേടിച്ചത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മളത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ആസ് ക്വിക്ക് ആസ് പോസിബിൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പൊ അവരൊക്കെ പറയുന്ന പേരാണ് എന്ത്? ഷോർട്ട് ടേം ലയബിലിറ്റീസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കറന്റ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? കറന്റ് ലയബിലിറ്റീസ്. കാണുന്നുണ്ടോ? വെരി വെരി ഇമ്പോർട്ടന്റ് ടേംസ്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഉണ്ട്, ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്. ലയബിലിറ്റീസ് ആർ 2 types, ഷോർട്ട് ടേം ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി. ഷോർട്ട് ടേം ലയബിലിറ്റി മറ്റൊരു പേരാണ് എന്ത്? കറന്റ് ലയബിലിറ്റി. കറക്റ്റ്, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. അക്കൗണ്ട്. എന്താണ് അക്കൗണ്ട്? Account is summarized record of relevant transaction at one place relating a particular head. അതിനാണ് പറയുന്നത്. ഇവിടെ ഒരേ നേച്ചർ, ഒരേ സ്വഭാവമുള്ള. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയില്ല, പൈസയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? അക്കൗണ്ട് എന്ന് പറയും. അക്കൗണ്ട് ഈസ് എ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ്, സമ്മറൈസ്ഡ് ഒരു സമ്മറിയാണ്, മൊത്തത്തിലുള്ള റെക്കോർഡാണ്. എന്തിന്റെ? ഓഫ് റെലവന്റ് ട്രാൻസാക്ഷൻസിന്റെ അറ്റ് വൺ പ്ലേസ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ഹെഡ്. ഒരു പ്രത്യേക കാര്യത്തിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ സമ്മറിയെ പറയുന്ന പേരാണ് എന്ത്? അക്കൗണ്ട്. ഇപ്പൊ നമ്മുടെ നമ്മളൊരു എക്സാമ്പിൾ ആണ് അതിന് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് എത്ര പൈസ വന്നു, എത്ര പൈസ പോയി, എത്ര പൈസ വന്നു, വീണ്ടും എത്ര പൈസ കൊണ്ട് എന്തൊക്കെ മേടിച്ചു, പൈസ കൊണ്ട് എന്തൊക്കെ കൊടുത്തു, പൈസ ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, പൈസ ആയിട്ട് റിലേറ്റഡ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെ റെക്കോർഡ് ചെയ്യാന്ന് വഴിയെ പറയും. സോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് നമ്മുടെ ക്യാഷ് ആയിട്ടുള്ള ഇതൊക്കെ. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ആയിട്ടുള്ള ഫുൾ റിലേറ്റിംഗ് കാര്യങ്ങൾ എവിടെ കാണാൻ പറ്റും? ക്യാഷ് അക്കൗണ്ടിലാണ്. ഇപ്പൊ സൺട്രി അക്കൗണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റേഴ്സ് ആയിട്ടില്ല. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ആരാ? മനസ്സിലായല്ലോ, ഓർക്കണം, നേരത്തെ പഠിച്ച ഓർമ്മ വേണം. ആരാ ക്രെഡിറ്റേഴ്സ്? ആലോചിക്കേ, 2 സെക്കൻഡ് വരാം. ഹൂ ഈസ് ദ ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലടാ അല്ലേ? എന്താണ്? നമ്മൾ കടത്തിന് മേടിച്ചിട്ടുള്ള ആൾക്കാരെ പറയുന്നവരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ, അല്ല നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ ക്രെഡിറ്റേഴ്സിനും നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ എന്താ പറയും? ഡെപ്റ്റേഴ്സ്. പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ്, പൈസ തരാനുള്ള ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് നമ്മൾ അസറ്റാണ്. ഡെപ്റ്റേഴ്സ് നമ്മൾ എന്താണ്? അസറ്റാണ്. കാരണം അവർ ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് തരും. ആ ബെനിഫിറ്റ് തരുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ? അസറ്റ്. അപ്പൊ അസറ്റ് എത്ര ടൈപ്പ് ഉണ്ട്? 2 types, കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് ഓക്കെ, കറണ്ട് അസറ്റിന് മറ്റൊരു എക്സാമ്പിൾ ആണ് എന്ത്? ക്യാഷ്. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട്സ് ഒക്കെ ഇപ്പൊ ക്ലിയർ ചെയ്ത് പോകണം, കാരണം അത് ബേസിക്സ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ആണ്. സോ ബേസിക്സ് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ അക്കൗണ്ടിങ് എന്താ പറഞ്ഞാൽ മനസ്സിലായാലോ, അല്ല അക്കൗണ്ട് എന്താ പറഞ്ഞാൽ മനസ്സിലായാലോ. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് റിലേറ്റഡ് അല്ല എല്ലാ ടേംസും അവിടെ വരും ക്യാഷ് അക്കൗണ്ടിൽ. മനസ്സിലായി? അടുത്താണ് സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. സ്റ്റോക്ക് ഒക്കെ എന്താ നിങ്ങൾ അറിയാം. എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാൻജിബിൾ പ്രോപ്പർട്ടി, തൊടാൻ പറ്റുന്നതായിരിക്കണം. എന്താ പറഞ്ഞു? ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എന്റർപ്രൈസ്. എന്താണ്? ഒരു എന്റർപ്രൈസ് ഹെൽഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ടാൻജിബിൾ. ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓഫ് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് or for the purpose of using it, the production of goods mean for the sale of services to be rendered. എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? സെയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മളിപ്പോൾ സപ്പോസ്
ഒരു സ്റ്റേഷനറി കട സെയിം. നമ്മൾ കുറേ ഇപ്പോൾ നമ്മൾ എന്തുണ്ടാവും, ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഒരു മാസം സാധാരണ ഒരു 100 കിലോ ഷുഗറാണ് പോകാറുള്ളതെന്ന് വിചാരിക്കും, വിൽക്കാറുള്ളത്, നമ്മൾ സാധാരണ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ ഈ 100 kg മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ഇല്ല, ഞങ്ങൾ ചിലപ്പോൾ ഒരു 1000 കിലോ ഷുഗർ എന്ത് ചെയ്യുന്നുണ്ടാവും, മേടിച്ച് വെച്ചിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നോടാ, ആ വിൽക്കാതെ നമ്മളെടുത്തുള്ള എമൗണ്ട് ഓഫ് ഗുഡ്സ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. നമ്മൾ വിൽക്കാതെ, സ്റ്റോക്ക് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ബാക്കിയുള്ള ഉണ്ടാവില്ല, വിൽക്കാതെ കിടക്കുന്ന എല്ലാ ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സിന് പറയുന്ന പേരാണ് സ്റ്റോക്ക്. ഓക്കെ, അതാണ് ഈ വലിയ സെന്റൻസിൽ പറഞ്ഞത്. എന്താണെന്ന് മനസ്സിലാക്കിയ സമയം സ്റ്റോക്ക് എന്താണെന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റോക്ക് ഈസ് എ ടാൻജിബിൾ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആൻ എന്റർപ്രൈസ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ടാൻജിബിൾ, തൊടാൻ പറ്റുന്നതാണ്. എന്താണ് അത്? ആര് ഓൺ ചെയ്യുന്നതായിരിക്കണം? ബിസിനസ് ഓൺ ചെയ്തത് ഫോർ ദ പർപ്പസ് ഓഫ് ദ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സാധാരണ നമ്മൾ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരിക്കും. വിൽക്കാൻ വേണ്ടിയിട്ട് മേടിക്കാത്ത കുറെ കാര്യമാണ്, അതിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയില്ല. വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ട് വിൽക്കാതിരിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്ക്. സപ്പോസ് അവിടെ നമ്മൾ മേശ നേരത്തെ പറഞ്ഞ ഷെൽഫ് നമ്മൾ അവിടെ വെറുതെ കിടക്കുന്നുണ്ടാവും, അതിനും നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് അത് എന്താ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് വരാത്തതുകൊണ്ട് വിൽക്കാതെ അവിടെ കുറെ കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണത് ഇൻവെന്ററി, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന മറ്റൊരു പേരാണത് ഇൻവെന്ററി. അടുത്തതാണ് ഇനി ഗുഡ്സ്. അടുത്തതാണത് ഗുഡ്സ്. എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ ഗുഡ്സ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ഐറ്റംസ് formatting part of the stock in trade for an enterprise which are purchased or manufactured with the purpose of selling. വിൽക്കാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത് ഒന്നാണെങ്കിൽ അത് പർച്ചേസ് ചെയ്തതായിരിക്കും. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ എന്താ പറയുക, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാണെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അതെന്താ ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ മേടിച്ചതായിരിക്കും. എന്തിന്? സെല്ലിങ്ങിന് വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള എന്താ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇപ്പൊ നമ്മുടെ സ്റ്റേഷനറി എന്ന് പറയുന്നത് അവിടുത്തെ ഗുഡ്സ് എന്താ? പഞ്ചസാര, അരി, പച്ചക്കറി, അവിടുത്തെ മഞ്ഞള്, വാട്ടർ വെറൈറ്റീസ്, അവിടെ കാണുന്നൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ച സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതിന് പറയുന്ന പേരാണെന്ത്? ഗുഡ്സ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാനുഫാക്ചർ ആയിരിക്കും. സപ്പോസ് നമ്മൾ നോക്കണം, എന്ത് ബുക്സ് മാനുഫാക്ചർ ചെയ്യാറുണ്ട്, അപ്പൊ ആ ബുക്ക് എന്താണ്? അവിടുത്തെ ഗുഡ്സ് ആണ്. ആ ഗുഡ്സ് വിറ്റിട്ട് എല്ലാവരും നമ്മൾ പൈസ ഉണ്ടാക്കും. എന്താണ്? ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ്. അതാണ് ഗുഡ്സ്. അടുത്താണ് റിസീവബിൾസ്. അടുത്താണെന്ത്? റിസീവബിൾസ്. വാട്ട് ഈസ് റിസീവബിൾസ്? ദ ടേംസ് റിസീവബിൾസ്. എന്താ റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ? ദ ഇൻക്ലൂഡ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്, outstanding amount due from other sometimes a debtor accepts a bill of exchange which payable after a certain period, such as bill receivables. Receivables എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ. അപ്പം നമ്മുടെ ടേം റിസീവബിൾസ് ഇൻക്ലൂഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഡ്യൂ ഫ്രം ദ അതേഴ്സ്. ഡെപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ആരായിരുന്നു ഡെപ്റ്റേഴ്സ്? നമ്മളേക്കൊന്ന് കടത്തിന് സാധനങ്ങൾ മേടിച്ച ആളെ പറയുന്ന പേരാണ് എന്ത്? ഡെപ്റ്റേഴ്സ്. അപ്പൊ ആ ഡെപ്റ്റേഴ്സ് നമുക്ക് പൈസ തരാനല്ലേ, അവരൊക്കെ നമ്മുടെ റിസീവബിൾസ് ആണ്. അവരൊക്കെ എന്താണ്? റിസീവബിൾസ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്തിട്ട് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ ട്രേഡ് റിസീവബിൾസ്. റിസീവബിൾസ് ആണ് റിസീവ് ചെയ്യാനാണ്, സ്വീകരിക്കുക. നമുക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാർ എന്ന് പറയുന്നത് റിസീവബിൾസ്. ഓക്കെ. പിന്നെ നമ്മുടെ ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറച്ചുകൂടെ നമ്മൾ ഡെപ്തിലോട്ട് പോയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയാം? അത് നമ്മുടെ സാധാരണ ബിസിനസ്സിലൊന്നും നമ്മളത് ചെയ്യാറില്ല. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. സോ ഇതുകൊണ്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. സപ്പോസ് അവിടെ ബിൽ റിസീവബിൾ എന്നാണ് പറയാം. സോ അപ്പോൾ ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ സാധനം മേടിച്ചു, എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നറിയടാ. ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ആരാ? എൻ്റെ പേരെന്താ? റസൂഖ്. ഞാനാണ് ബിസിനസ്. ആരാ ബിസിനസ്സിന്? ഞാൻ. സോ നിങ്ങൾ എന്ന് പറയുന്ന ആരാ? മിസ്റ്റർ എക്സ്. നിങ്ങൾ ആരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സോ ഇപ്പം മർസൂഖ് എന്ന് പറയുന്ന ആളെ എക്സ്. നിങ്ങൾ എനിക്ക് പൈസ തരാണ്ട്, നിങ്ങൾ എന്തുണ്ട്? ഞാൻ നിങ്ങൾക്ക് ഗുഡ്സ് തന്നു. എന്ത് ചെയ്തു? ഗുഡ്സ് തന്നു. നിങ്ങൾ എനിക്ക് എന്ത് തരാനുണ്ട്? എനിക്ക് എന്ത് തരാനുണ്ടാവും?
സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് തരാനുണ്ടോടാ? ക്യാഷ് തരാനുണ്ടാവില്ലേ? പൈസ തരാനുണ്ടാവില്ലേ? അപ്പോൾ ഞാനല്ല ബിസിനസ്. യെസ്, നിങ്ങൾ എൻ്റെ ആരാണ്? ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ? ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ? ആരാടാ? നിങ്ങൾ എൻ്റെ ഡെപ്റ്റർ അല്ലേ? നിങ്ങൾ എൻ്റെ ആരാണ്? കുടുംബക്കാരാണോടാ? നിങ്ങൾ ആരാണ്? എൻ്റെ ഡെപ്റ്ററാണ്. ഡെപ്റ്ററാണ്, നമുക്ക് പൈസ ഇങ്ങോട്ട് തരാം. അപ്പടാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ല ബിൽ റിസീവബിൾസ് എന്താ പറയുന്നത്? അപ്പടാ ബിൽ റിസീവബിൾ, ഞാനൊരു ബില്ല് എഴുതി. എന്താ എഴുതിയെന്നറിയോ? ബിൽ എന്ന് പറഞ്ഞാടാ നമ്മൾ ഈ മുദ്ര പേപ്പറിലൊക്കെ എഴുതാണ്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. ബാക്കി വഴി ക്ലാരിറ്റി ഞാൻ തരാം. അതായത് ഞാൻ ഇങ്ങനെ എഴുതും, എക്സ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഇത്ര പൈസ തരാനുണ്ട്, അത് ഇങ്ങനെ എന്നിട്ട് രണ്ടാളും സൈൻ ചെയ്യും താഴെ. ഈ സാധനത്തിന് പറയുന്ന പേരാണ് ബിൽ. അല്ലാതെ കടയിൽ നിന്നിട്ട് എഴുതി പറയുന്ന പേരൊന്നല്ല ബിൽ. ബിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു മുദ്ര പേപ്പറിൽ നമ്മൾ അങ്ങനെ എഴുതും. ഓക്കെ, ചെയ്ത് തരാണ്ട് ഇത് സൈൻ ചെയ്യും, രണ്ടാളും സൈൻ ചെയ്യും. ഇതൊരു കോൺട്രാക്റ്റ് ആണ്. ആക്ച്വലി ഇത് വലിയ ബിസിനസ്സിലാണ്. ഇപ്പോൾ 1 ലക്ഷം നിങ്ങൾ തരാണ്ടെന്ന് വിചാരിച്ചു. എന്തിനാ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിൽ റിസീവബിൾസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ബിൽ റിസീവബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിൽ റിസീവബിൾ നമുക്ക് ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. ഇത് 1 ലക്ഷത്തിന്റെ ബില്ലാന്ന് വിചാരിക്കും. 1 ലക്ഷത്തിൽ തരാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബില്ലായിരിക്കും. അങ്ങനെ വെച്ചാൽ ഈ 1 ലക്ഷത്തിന്റെ ബില്ല് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ 1 ലക്ഷം ആര് തരുന്ന പറയടാ? ബാങ്ക് തരും. 1 ലക്ഷം ആര് തരും? ബാങ്ക് തരും. അപ്പോൾ അതിനെ പറയുന്നതാണ് ബിൽ റിസീവബിൾസ്. മനസ്സിലായോ? ദാറ്റ്സ് എ പവർ ഓഫ് ബിൽ. ഇതിന്റെ വേറെയും ഇതിനെ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. എന്താ പറയാ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, വൈഡത്തിലൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ആവശ്യമില്ല. അതാണ് ബിൽ റിസീവേഴ്സ്. ഓക്കെ, ഉണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് ആണ് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഇത്ര തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രോമിസറി നോട്ട് എന്ന് പറയും. ഓക്കെ, ഒരു ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെപ്തിൽ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. യെസ്, അടുത്തതാണ് എന്ത്? ബിൽ പേബിൾസ്. പേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർ. ഓക്കെ, ലയബിലിറ്റീസ് ഒക്കെ പേബിൾസ് ആയിരിക്കും. ദ ടേംസ് പേബിൾസ് ഇൻക്ലൂഡ് ദ എമൗണ്ട് ഡ്യൂ ടു അതർ. വേറെ ആൾക്ക് കൊടുക്കാനുള്ള എല്ലാ പൈസയും നമ്മൾ എന്ത് പറയാം? പേബിൾസ്. ഇൻക്ലൂഡ്സ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഉണ്ടാവില്ലടാ. ക്രെഡിറ്റേഴ്സ് ആരാന്ന് ഓർമ്മ ഉണ്ടാവും. ഒക്കെ തലയിൽ കാരണം ഉണ്ടോ? അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ നോക്കാം, ക്രെഡിറ്റേഴ്സ് ഒക്കെ നമ്മൾ എന്താ? പേബിൾസ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ആസ് വെൽ ആസ് ബിൽസ് പേബിൾ ആൻഡ് പ്രോമിസറി നോട്ട്സ് ആർ പേബിൾ. പ്രോമിസറി നോട്ടൊക്കെ എന്താണ്? പേബിൾ ആണ്. അതുപോലെ തന്നെ ബിൽസ് പേബിൾ ഉണ്ട്. റിസീബിൾ പോലെ തന്നെ ബിൽസ് പേബിൾ ഉണ്ട്. ഒക്കെ ബിൽ റിസീബിൾ എന്താണ്? മീൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ, എമൗണ്ട് ഓഫ് ബിൽ റിസീവ്ഡ് ബൈ ദ സ്പെസിഫൈഡ് ഡേറ്റ്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലടാ, 1 ലക്ഷം നിങ്ങൾക്ക് ഉറുപ്പിക തരാണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബില്ല് എഴുതിയില്ലേ? അതിന് പറയുന്നത് ബിൽസ് റിസീബിൾസ്. അതെന്തിനാ നമ്മൾ എഴുതുന്നത്? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ക്യാഷ് ആയിട്ട് വരും. ഓക്കെ, അടുത്താണ് ബിൽ പേബിൾ. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, ബിൽ പേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് റിസീവബിളിന് പകരം ഞാൻ ഇത്ര രൂപയ്ക്ക് ഒരാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിന് പറയുന്ന പേരാണെന്ത്? ബിൽ പേബിൾ. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ആവശ്യാനുസരണം നമ്മൾ. ഇവന്റ് എന്താണ്? ഇവന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ട്രാൻസാക്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എന്ത് ട്രാൻസാക്ഷൻ ഓക്കെ ക്യാൻ ബി കാൾഡ് ആസ് ഇവന്റ്. അതിനൊക്കെ നമുക്ക് പറയും. ബിസിനസ്സിൽ നടക്കുന്ന എന്ത് സംഭവത്തിന് നമുക്ക് എന്ത് പറയാം? ഇവന്റ് എന്ന് പറയാം. ബിസിനസ്സിൽ നടക്കുന്ന എന്ത് സംഭവത്തിന് നമുക്ക് എന്ത് പറയാം? ഇവന്റ്. അടുത്തതാണ് കോസ്റ്റ്. അടുത്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? amount of expenditure incurred on the attributed to a specific article of product or activity. ഇവിടെ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ വന്ന ചെലവിനെ പറയുന്ന പേരാണ് കോസ്റ്റ്. അടുത്താണ് വൗച്ചർ. അതാണ് വൗച്ചർ. ഇറ്റ്സ് എ പ്രൂഫ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളൊരു സാധനം മേടിച്ചു, അതിന് ആ ബില്ല് ഉണ്ടാവില്ലേ? ആ ബില്ലിന് പറയുന്ന പേരാണ് വൗച്ചർ. അല്ലെങ്കിൽ നമ്മളൊരു സാധനം വിറ്റു, അപ്പൊ നമ്മൾ ബില്ല് കൊടുക്കൂലേ? അതിനെ പറയുന്ന പേരാണ് വൗച്ചർ. ഓക്കെ, സപ്പോസ് അസറ്റ് മേടിച്ചില്ലേ? ഇതിന് പറയുന്ന വൗച്ചർ. അതായത് ഈസ് എ പ്രൂഫ്, തെളിവാണ് എന്തിനുള്ള? ബിസിനസ് ട്രാൻസാക്ഷൻ. എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ ഒരാൾക്ക് കടത്തിന് കൊടുത്തു എന്ന് വിചാരിക്കും, കടം കൊടുത്തു കഴിഞ്ഞാൽ തെളിവുണ്ടാവില്ലേ? അപ്പോൾ സപ്പോസ് നമുക്ക് ഒരാൾ പൈസ ഇത്ര ട്രാൻസാക്ഷൻ കൊടുത്തു, അപ്പൊ അതിനൊക്കെ ബിൽസ് ഒക്കെ ഉണ്ടാവില്ല. ആ ബിൽസിനൊക്കെ പറയുന്ന പേരാണ് വൗച്ചേഴ്സ്. ഓക്കെ, ഉണ്ടോ? ബില്ല്, ഇൻവോയ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ് നോട്ട്സ്. ഉണ്ടോ? ക്രെഡിറ്റ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കടത്തിന് കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ്, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അതിനൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആണ് വൗച്ചർ. അതുപോലെ തന്നെ നോക്കണം, ക്യാഷ് മെമോ, പൈസ എത്ര തന്നു, പൈസ കൊടുത്തു, അതിന് പറയുന്ന പേരാണ് വൗച്ചർ. ഓക്കെ, അടുത്താണ് ഡിസ്കൗണ്ട്. അടുത്താണ്
ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിജയിച്ചത്. ഡിസ്കൗണ്ട് പറഞ്ഞാൽ എന്താ? എടാ നമ്മൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് എത്രയും പൈസ എനിക്ക് തരാൻ പറ്റുന്നത് ഡിസ്കൗണ്ട് കൊടുക്കും, ഒരു ഓഫർ കൊടുക്കില്ലടാ, അതിനെ പറയുന്നവരാണ് ഡിസ്കൗണ്ട്. സം കസ്റ്റമേഴ്സ് ആർ അലൗഡ്, എന്തിനാ അലോ ചെയ്യും? റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ബൈ ദ ബിസിനസ് ഈസ് കോൾഡ് ഡിസ്കൗണ്ട്. എന്താണ്? അവിടെ ചില ആൾക്കാർ ഇപ്പം നമ്മൾ സപ്പോസ് നമ്മുടെ ഫ്രണ്ട് വന്നു എന്ന് വിചാരിക്കും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, 100 രൂപയുടെ സാധനം ഞാൻ എൻ്റെ ഫ്രണ്ടിന് 80 രൂപ കൊടുത്തു വെച്ചാൽ ഇവിടെ നമ്മളുടെ ആക്ച്വലി നമുക്കൊരു നഷ്ടം ഉണ്ടായില്ലേ, അതായത് നമ്മൾ അവർക്ക് പൈസ കുറച്ച് കൊടുത്തില്ലേ, ആ കുറച്ച് കൊടുത്ത പൈസ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. അതായത് ഇവിടെ 20 രൂപയാണ് ഡിസ്കൗണ്ട്. 100 രൂപയുടെ സാധനം 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ നമ്മുടെ ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് നമ്മുടെ എക്സ്പെൻസാണ്. ഡിസ്കൗണ്ട് നമ്മുടെ എന്താണ്? എക്സ്പെൻസാണ്. മറക്കരുത്. ഇനി അടുത്ത ട്രേഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണം. ട്രേഡ് ഡിസ്കൗണ്ട് 2 ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കറക്റ്റായിട്ട് മനസ്സിലായിട്ടെങ്കിൽ ഒന്നും കിട്ടൂല. കാരണം ഇതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ ഈ വരമ്പിലട ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ മോർ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കത്തത്തില്ല. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ട്രേഡ് ഡിസ്കൗണ്ട്? ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്, ദ സെക്കൻഡ് വൺ ക്യാഷ് ഡിസ്കൗണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ഡിസ്കൗണ്ട്. എന്താ ട്രേഡ് ഡിസ്കൗണ്ട്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ, കുറവാണ്, നമ്മൾ കിഴിവാണ്. കിഴിവ് എന്ന് കേട്ടുള്ളത് കുറച്ച് കൊടുക്കുകയാണ്. എന്തിന്? അലൗഡ് ബൈ ദ സെല്ലർ, വിൽക്കുന്ന ആൾ കൊടുക്കുന്നത്. എന്തിനാ? ടു ദ ബയ്യർ, ആയിരിക്കും വാങ്ങുന്ന ആൾ. ദ ടൈം ഓഫ് സെയിൽ ഓഫ് ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്, ദ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ദ ബൾക്ക് പ്രൈസസ്. സപ്പോസ് normally the discounts are deducted from the list price, only the balance is accounted for, therefore the trade discount not shown in the books of accounts. Trade discount എന്നാണ് പറഞ്ഞത്. സോ നോക്കടാ, നിങ്ങളുടെ ഫ്രണ്ട്, ആരുടെ ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട്. സോ നോക്കടാ, സപ്പോസ് എന്താ മേടിക്കാം? നോട്ട് ബുക്കാന്ന് വിചാരിച്ചു. നോട്ട് ബുക്ക്, സ്കൂളൊക്കെ തുറന്നിട്ട് നോട്ട് ബുക്ക് മേടിക്കാൻ പോവാം. സോ ഒരു നോട്ട് ബുക്കിന് 100 രൂപ വില. ഒരു നോട്ട് ബുക്കിന് എത്ര രൂപ? 100 രൂപ. പക്ഷേ നിങ്ങൾ ഒരു 10 നോട്ട് ബുക്ക് മേടിക്കാന്ന് വിചാരിച്ചു. 10 നോട്ട് ബുക്ക് ആണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു 10 നോട്ട് ബുക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്കിന് പിന്നെ 80 രൂപ വരും. അങ്ങനെ വെച്ചാൽ 10 നോട്ട് ബുക്കിന് എത്ര രൂപ വരും? 800 രൂപ. 800 രൂപ വരൂല്ലേ? യെസ്. അപ്പൊ ഇവിടെ ആക്ച്വലി 1000 രൂപയല്ലേ വരേണ്ടത്. ശരിക്കും ഒരു നോട്ട് ബുക്കിന് 100 രൂപ വെച്ച് 1000 രൂപ വരും. പക്ഷെ അയാൾ പറഞ്ഞു എന്ത്? 10 എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് എത്രയേ കണക്കാക്കുള്ളൂ? 80 രൂപയാണ്. അപ്പൊ നോക്കടാ, ഈ 1000 എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമുക്കപ്പോൾ 200 രൂപ നഷ്ടമല്ലടാ. 200 രൂപ നഷ്ടമല്ലേ? 1000 രൂപ കിട്ടേണ്ടത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 800 രൂപ കൊടുക്കും. എന്താണ് ഡിസ്കൗണ്ട് കൊടുക്കാൻ? നമുക്ക് ചിലവിന് നമുക്ക് നല്ല സെയിൽ ഉണ്ടാവാൻ. സോ ഇപ്പൊ ഇവിടെ 1000 രൂപ 800 രൂപ കൊടുത്തില്ലേ? അപ്പൊ ഈ 800 ആണ് നമ്മുടെ സെയിലായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഡിസ്കൗണ്ട് നമ്മൾ കാണിക്കാറില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ എവിടെ എൻ്റർ ചെയ്യാറില്ല? ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലേ? അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ഡിസ്കൗണ്ട് ആയിട്ട് എഴുതൂല. നമ്മളത് അതിന്റെ എന്താ പറയുക, ഈ 1000 എഴുതിയതിന് പകരം നേരെ 800 എഴുതും സെയിലായിട്ട്. അപ്പൊ ആക്ച്വലി അവിടെ എന്ത് എഴുതാറില്ല? ഡിസ്കൗണ്ട് എഴുതാറില്ല. ഏത് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? എഴുതാറില്ല, അല്ലെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാവും? സാധാരണ എപ്പോഴാണ് അത് വരാറുള്ളത്? ഡിസ്കൗണ്ട് എന്താ പറയുക, ഡിസ്റ്റർഡ് പ്രൈസസ് ഓൺലി ദ ബാലൻസ് ആണ്. നമ്മുടെ ബൾക്ക് പർച്ചേസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൾക്ക് പർച്ചേസ്, കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ക്യാഷ് ഡിസ്കൗണ്ട്. അടുത്ത എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട്. എന്താ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ, ഇതൊരു റിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ഡെപ്റ്റർ ഓൺ ദ എമൗണ്ട് ഡ്യൂ ബൈ ദ ലെറ്റർ. ദ കൺസെഷൻ ഗിവ് ഓൺലി ദോസ് settle their accounts within the stipulated period. Therefore, the cash discount encourages to promote the settlement of the accounts for the debtor who pays the amount its income for the greater cash discount is expense. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഒന്ന് മനസ്സിലാക്കുക. അത് ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ആണ്. സപ്പോസ് നിങ്ങളുടെ 1 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കും. ചിലപ്പം ഇതപ്പോൾ ഒരു സാധനം ഉണ്ട്, ഇത് ക്രെഡിറ്റിന് മേടിച്ച്. ഇപ്പോൾ സപ്പോസ് എന്താ പറയുക, 1 ലക്ഷത്തിന് എന്ത് വാങ്ങാം? ലാപ്ടോപ്പ് മേടിച്ചു. ലാപ്ടോപ്പ് മേടിച്ചു. എത്ര രൂപയ്ക്കും? 1 ലക്ഷം. ഞാൻ ആ ബിസിനസ് കേട്ടോ, ലാപ്ടോപ്പിന്റെ ഓണറെയാണ്. നിങ്ങൾ വരുന്നു മേടിക്കും 1 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്. യെസ്. എടാ, ഈ 1 ലക്ഷം നിങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് 1 ലക്ഷം തരാറില്ല, ഞാൻ കടത്തിന് മേടിക്കണം. അപ്പൊ ഇതെങ്ങനെ? ക്രെഡിറ്റർ, യുവർ ദ ക്രെഡിറ്റർ. എനിക്ക് പൈസ തരാണ്ട്, നിങ്ങൾ എത്ര തരാണ്ടോ? 1 ലക്ഷം രൂപ തരാണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോടാ, നിനക്ക് ഞാൻ ഇപ്പൊ പൈസ തരും, അല്ലെങ്കിൽ
നീ ഇപ്പോൾ പൈസ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പൈസ തരാ വെച്ചാൽ നിങ്ങൾ 1,00,000 തരണ്ട, 90,000 തന്നാൽ മതി. എത്ര തന്നാൽ മതി? 90,000. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. മനസ്സിലായോ? ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആണ്, ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡേ ചെയ്യില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ടിന്റെ എക്സ്പെൻസ് മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കണം, സപ്പോസ് നമ്മൾ 1,00,000 നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ 4 മാസമായിരിക്കും അതിൻ്റെ നമ്മൾ ഡ്യൂറേഷൻ പറഞ്ഞാൽ, 4 മാസത്തിൻ്റെ ഉള്ളിൽ 1,00,000 അടച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ 1,00,000 നമുക്ക് നേരത്തെ അതിന് അവർ 1,00,000 നമുക്ക് അല്ലെങ്കിൽ 95,000 നമുക്ക് നേരത്തെ, അല്ലെങ്കിൽ 95,000 നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിച്ചിട്ട് വീണ്ടും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നേരത്തെ അടക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും. മനസ്സിലായോ? നേരത്തെ പൈസ അടക്കാം. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ഇപ്പം 2 ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട് ഉണ്ട്. ഫസ്റ്റ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്, എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്. രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യൂല, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ലേ, ബൾക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഏർലി പേയ്മെന്റ്, നേരത്തെ പൈസ തരുമ്പോഴൊക്കെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും. മനസ്സിലാവുണ്ടോ? രണ്ടും ഡിസ്കൗണ്ട് ആണ്, പൈസ കുറച്ച് കൊടുക്കുന്ന രണ്ട്, പക്ഷെ രണ്ടും സെപ്പറേറ്റ് ആണ്. അടുത്തതാണ് ജസ്റ്റ് ഒരു ജനറൽ ടോപ്പിക്. റോൾ ഓഫ് ആൻ അക്കൗണ്ടൻസി അക്കൗണ്ടന്റ് ഇൻ സൊസൈറ്റി. എന്തിനാണ് ഈ അക്കൗണ്ടന്റ് ഒക്കെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ, അക്കൗണ്ടന്റ് ഈസ് ദ സ്പെഷ്യൽ നോളേജ്. എന്താ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ? എന്താ? വിത്ത് ഹിസ് സ്പെഷ്യൽ നോളേജ്. എന്തിനാ? സെഞ്ചുറി ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ നോട്ട് ഓൺലി റെസ്പോൺസിബിൾ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ അക്കൗണ്ട്സിൽ മാത്രമല്ല, he or she is the best equipped person to provide other service normally requirement മാനേജ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്ന പേരാണ് അക്കൗണ്ടന്റ്. ഡിസ്ചാർജ് ദർ ഡ്യൂട്ടീസ് ഓഫ് എഫിഷ്യൻസി. കാര്യങ്ങൾ ബിസിനസ്സിലൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാൻ, അങ്ങനെ കുറെ കഥയൊക്കെ പറയുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. എന്തിനാണ് ഇവിടെ ഓരോ പേഴ്സൺ? ദ മെയിൻറ്റെയിൻ പ്രോപ്പർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വിച്ച് ഇസ് പോർട്രേ ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ റിസൾട്ട് ഓഫ് ബിസിനസ്. ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ കുറേ നമ്മൾ എന്ത് വരും, അത് ലാഭകരമാണോ ലാഭകരമല്ലേ എന്ന് നമുക്കറിയില്ല. സോ എന്താ പറയുക, അപ്പോൾ അത് ലാഭകരമാണോ കാര്യങ്ങളൊക്കെ നോക്കാനും ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു, അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. യെസ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റാണ് എന്തിനാണ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആവശ്യം എന്തിനാണ്? സൊസൈറ്റിയിൽ എന്തിനാണ് ബുക്ക് അക്കൗണ്ടന്റ്? എന്തിനാ? ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻസ് കൊടുക്കാൻ, ആൻഡ് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ കുറേ റിപ്പോർട്ടും. എന്തിനാ? ടു ദ മാനേജ്മെന്റിന്, അത് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക്. ടു എനേബിൾ ദ ഡിസ്ചാർജ് ദർ ഡ്യൂട്ടീസ് മോർ എഫിഷ്യൻസിലി. അവർക്ക് കൊടുക്കാനുള്ള കുറേ പൈസ ഉണ്ടാവില്ല, ബാങ്കിന് കൊടുക്കാണ്ടാവും, മറ്റുള്ളവർക്ക് കൊടുക്കാണ്ടാവില്ല, അതൊക്കെ കറക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ കൊടുത്ത് ഒഴിവാക്കാം. ഓക്കെ, ഡ്യൂട്ടീസ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ കുറേ ഡ്യൂട്ടീസ്, അങ്ങനത്തെ ലയബിലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറേ ചെയ്യാനുള്ള കുറേ ഡ്യൂട്ടീസ് ഉണ്ടാവും, ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കണം. ആരാണ് ചെക്ക് ചെയ്യുക? അക്കൗണ്ടന്റ്. ഓക്കെ, തല. പിന്നെ എന്തിനാ? ആക്ട് ആസ് ഓഡിറ്റർ ഫോർ ദ അറ്റൻഷൻ ഓഫ് അക്കൗണ്ട്സ് കഴിയുമല്ലോ. ഇപ്പോൾ കമ്പനി അക്കൗണ്ട്സ് ഒക്കെയാണ്, ഒരു കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷം എന്ത് ചെയ്യണം? ചാർട്ടേഡ് അക്കൗണ്ടന്റ് മനസ്സിലായില്ലേ? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ നമ്മൾ കമ്പനി ഓഡിറ്റ് ചെയ്യണം. പക്ഷേ കമ്പനി ഓഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ അതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇസ് ഓൾസോ അക്കൗണ്ടന്റ്. ഓക്കെ, ടു ആക്ട് ആസ് എ ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ, എവിടെയെങ്കിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ, നേരത്തെ പറഞ്ഞ തഫ്റ്റ്, ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ടോ, CCTV ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ദാറ്റ്സ് ഇന്റേണൽ ഓഡിറ്റ്. ടു അസിസ്റ്റ് ദ സ്ട്രെങ്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മാനേജ്മെന്റ് സ്ട്രോങ് ആക്കുക, ബിസിനസ് പ്രോപ്പറായിട്ട് നല്ല സെറ്റായിട്ട് കൊണ്ടുനടക്കുക. ചിലപ്പോൾ എംപ്ലോയീസ് ഒക്കെ അടിച്ചു മാറ്റുന്നുണ്ടോ, ചിലപ്പോൾ എംപ്ലോയീസ് ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒക്കെ എഴുതിയിട്ട് പൈസ വിൽക്കുന്നുണ്ടോ, മനസ്സിലായി? അതൊക്കെ ആരും ശ്രദ്ധിക്കണം. അക്കൗണ്ടന്റ്. അപ്പോൾ അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടന്റ്. To act as a tax consultant and handle the tax measure of business. എത്ര ടാക്സ് അടക്കാനുണ്ട് അതൊക്കെ ആരാ നോക്കുക? അക്കൗണ്ടന്റ്. ഒരു ബിസിനസ്സിൽ അക്കൗണ്ടന്റ് നോക്കുക. ഓക്കെ, to act as the management consultant to provide the service regarding the financial planning. എങ്ങനെ അടുത്ത വർഷം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, അടുത്ത വർഷം എന്ത് ബഡ്ജറ്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, കാര്യങ്ങളൊക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ എക്സ്പെൻസ്? ഇതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളും ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യണം. അതാ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഇതൊക്കെ വായിച്ചാൽ ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഈസ് കോൾഡ് സ്റ്റോക്ക് അല്ലേ?
അതായത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ജസ്റ്റ് കുറച്ച് MCQs നമുക്ക് നോക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ നോക്കിക്കോ, ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഒരു വർഷത്തിന് അവസാനം ഉണ്ടാവും നമ്മുടെ കയ്യിലുള്ളതെന്ന് കാണുന്നത് വരാതെ സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്കിൽ ഞാൻ ആ ഒരു പോയിന്റ് വിട്ടു. ഒരു വർഷത്തിന് അവസാനമാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കുക. A bill of exchange is considered as dash from viewpoint of creditors. എന്താണ്? ബിൽസ് പേയബിൾ. ഓക്കെ, റിഡക്ഷൻ ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് ഓൺ ദി എമൗണ്ട് ഈസ് എന്താണ്? ഡിസ്കൗണ്ട്. വാട്ട് യു ഹാവ് ടു ലേൺ? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇതൊക്കെയാണ് എന്ത് എക്സസൈസ്. എന്താണ് അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് എന്താ, അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ ഡിഫറൻസ് ബാങ്ക്സ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ റോള്, എന്താണ് ആൻസേഴ്സ് ഇവിടെ ഉണ്ടടാ. ഓക്കെ, ബുക്ക് കീപ്പിംഗ്, അനലൈസിങ്, ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ടെസ്റ്റിലെ ആൻസേഴ്സ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇത് വീണ്ടും പറഞ്ഞാൽ നമ്മൾ സമയം ഒരുപാട് എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ആൻസർ താഴെ. നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങളായിരിക്കും. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ചാപ്റ്റർ 2 അക്കൗണ്ടിങ് കൺസെപ്റ്റ്. എങ്ങനെയാണല്ലോ അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് തറാവായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. ഓൾ ദി ബെസ്റ്റ്.